1 കോടി രൂപ എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് 1 കോടി രൂപ എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ നിന്നൊന്നും തന്നിട്ടില്ലേ? പിന്നെ തന്നു. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കടക്കാരാ. അങ്ങനെ ഫാമിലിയിലുള്ള കടം മൊത്തം എൻ്റെ തന്നിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ നിന്ന് തന്നു. ഏതോ ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞ് ലിങ്കെ പിടിച്ച് ഏക്കിയിട്ടൊരു ഗെയിം കളിക്കാൻ പറഞ്ഞു. കമ്പനിയുടെ പേര് MON ചിക്കൻ. അവന്മാരെ പേര് അന്വർത്ഥമാക്കി ഇഞ്ചിക്കൊണ്ട് എൻ്റെ പൈസ കൊണ്ട് പോയി. ഷെയറിൽ താല്പര്യമുണ്ടോ? ഷെയറിനൊക്കെ നല്ല പൈസയാവില്ലേ? അതല്ല, ഒരു 500 രൂപ ഷെയർ ഇട്ടൊരു കുറഞ്ഞ് ഫുള്ളെടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അത്രയും പൈസ ഒന്നുമില്ല. 2 ചായയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എൻ്റെ പൈസ ഉണ്ട്. ഇന്ന് ഞാൻ മേടിച്ചു തരും, നാളെ നീ ഇൻവെസ്റ്റ് ചെയ്തോണം. അല്ല, നമുക്ക് ക്രിപ്റ്റോ മേടിക്കുന്നതിനെക്കുറിച്ച് എന്താ നിൻ്റെ അഭിപ്രായം? ക്രിപ്റ്റോയോ? ചായയുടെ കൂടെ ചെറുകടിയാണ് നല്ലത്. അതൊന്നും മേടിക്കണ്ട, നല്ല പൈസയാവും. ചെറുകടിയൊന്നും അല്ല, അത് ക്രിപ്റ്റോ കറൻസി. അത് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് എന്താ നിൻ്റെ അഭിപ്രായം? റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം, അത് ഫേക്ക് എസ്റ്റേറ്റ് ആയിരിക്കില്ല. മര്യാദയ്ക്ക് നിൻ്റെ കയ്യിൽ ചായ മേടിച്ചു തരാൻ കാശുണ്ടോ? അവൻ ഇറങ്ങിയേക്കാം ക്രിപ്റ്റോ, റിയൽ എസ്റ്റേറ്റ്, ഓരോ പേരും പഠിച്ചുകൊണ്ട്. നാളെ എനിക്ക് ചായയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും കേട്ടോ. അത് വല്ല പണിക്കുമ്പോൾ എല്ലാം പോവാം. അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യാനാ? ക്രിപ്റ്റോ, ഷെയർ, ഇതൊക്കെ ഇങ്ങനെ മാറി മാറി പേര് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?